ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോ മനസ്സിൽ എന്താ ഏട്ടാ തോന്നുന്നേ? സത്യം പറഞ്ഞാ ഞാനിപ്പോ ഒരു കൊച്ചുകുട്ടി ആയതുപോലെ എനിക്ക് തോന്നുന്നത്. അതെന്താ ഏട്ടാ അങ്ങനെ? നിനക്ക് ആത്മവിശ്വാസമുണ്ട്, ധൈര്യമുണ്ട്. നിന്നെ പ്രോത്സാഹിപ്പിച്ച് നീ ഒരു പോലീസ് ഓഫീസറും ആയി. പക്ഷെ എൻ്റെ അടുത്ത് വിദ്യാഭ്യാസവും ഇല്ല, പണവും ഇല്ല. അങ്ങനെയുള്ള എന്നെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ നീ എന്നെ കൈകാര്യം ചെയ്തത് കാണുമ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുക. നാട്ടുകൂട്ടത്തിൽ വെച്ച് എൻ്റെ കൈകൊണ്ട് നോമിനേഷൻ വരെ കൊടുപ്പിച്ചു. ഈ നാട്ടിൽ ഞാനൊരു വലിയൊരു ആളായി തീരാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്. മോശം ആൾക്കാരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പോലീസ് ഓഫീസറായി. എന്നാ നമ്മുടെ നാടിനെ നല്ല വഴിക്ക് കൊണ്ടുവരണമെങ്കിൽ ചേട്ടൻ പ്രസിഡന്റ് ആയേ പറ്റൂ. നീ പഠിച്ചതിൻ്റെ അത്ര പകുതി പഠിപ്പ് പോലും എനിക്കില്ല ശിവാനി. അങ്ങനെയുള്ള ഞാൻ നിന്റെ പുറകെ നിന്ന് എന്ത് നടത്താനായിട്ടാ? എൻ്റെ പുറകെ നിന്ന് നീ എന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീ എപ്പോഴും ഇതുപോലെ തന്നെ ഇരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഏട്ടാ ഉറപ്പായിട്ടും. ശ്രീദേവി, ഈ ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. നീ പോയി ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുമോളെ. ഇതും ഒരു പ്രാക്ടീസ് തന്നെ അമ്മായി, ഞാൻ ചെയ്തോളാം. ഇത് പ്രാക്ടീസ് ആണെന്ന് പറയുന്നു. നീ തറ തുടച്ചോണ്ടിരിക്കുവല്ലേ മോളെ? മത്സരത്തിലും ഇതുപോലെ കല്ല് പോലെയുള്ള ആൾക്കാരുണ്ടാവും. അവരെയൊക്കെ എതിർത്ത് തോൽപ്പിക്കണമെങ്കിലേ അപ്പോഴപ്പോഴേ ഇതുപോലുള്ള ജോലികൾ ചെയ്തേ പറ്റൂ. നീ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീദേവി. ഒന്നുമില്ല അമ്മായി, ഈ മോപ്പിനെ ഒരു ശത്രുവായി കാണണം. ഈ ഫ്ലോർ ഒരു സ്റ്റേജ് ആയിട്ടും കാണണം. സ്റ്റേജിൽ വരുന്ന ഓരോ ആളുകളെയും ഇങ്ങനെ നന്നായി കുത്തി ഇതുപോലെ തുടച്ചെടുക്കണം, എന്നിട്ട് തള്ളി താഴെ ഇടണം. മത്സരത്തിൽ ഞാനല്ലാതെ മറ്റാരെയും ജയിക്കാൻ വിടില്ല. എന്നാലും പഠിച്ച കുട്ടിയല്ലേ നീ. നീ ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. പഠിച്ചിട്ടുള്ളവര് ആ ജോലി ചെയ്യാൻ പാടില്ല, ഈ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ള വ്യത്യാസമൊന്നും കാണിക്കരുത്. സത്യം പറഞ്ഞ അമ്മായിയെ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യാൻ പാടില്ലാത്ത കാരണം അമ്മായിക്ക് അതുകൊണ്ട് ക്ഷീണം ഉണ്ടാവും. എന്തായാലും എന്റെ അമ്മായിയാ നിങ്ങള്. ജോലി ചെയ്യാൻ പറയുന്നതല്ലാതെ ചെയ്യാൻ പാടില്ല അമ്മായി. അമ്മായിയെ ഒരു കുഞ്ഞിനെ പോലെ നോക്കുന്ന മരുമകളെ കിട്ടിയതിൽ ആ അമ്മായി എത്രമാത്രം ഭാഗ്യം ചെയ്തിരിക്കണം. സത്യമായിട്ടും ഞാൻ വലിയ ഭാഗ്യവതിയാ ശ്രീദേവി. ഞാനും അമ്മായിക്ക് മോളെ പോലെയല്ലേ. കുഞ്ഞുനാളില് അമ്മ ഞങ്ങളെല്ലാം വിട്ടു പോയതിനു ശേഷം അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ നോക്കിയത് അമ്മായിയല്ലേ. അതിന് ഞങ്ങളെ എന്തുമാത്രം നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഓ, നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം. നിന്റെ ചേട്ടൻ അകന്നു പോയതിനു ശേഷം ഗീത നിനക്ക് സഹായിയായിട്ട് നിന്ന് നിന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് നീ അമ്മയെ പോലെ കാണുന്നുവെന്നാണോ പറയുന്നത്? എന്റെ ചേട്ടന്റെ മക്കളെ സഹായിക്കുന്നതിൽ എന്ത് തെറ്റാ ഉള്ളത് അമ്മായി? ആ മദ്യപാനിയെ നീ തലയിൽ വെച്ച് കൊണ്ടു നടക്കുകയാണല്ലോ. എന്തെങ്കിലും നിനക്കൊരു സാരി വാങ്ങി തന്നിട്ടുണ്ടോ? എന്തെങ്കിലും നിനക്കൊന്ന് പ്രത്യേകമായിട്ട് വാങ്ങി തന്നിട്ടുണ്ടോ? ക്ഷണിച്ച് ഒരിക്കൽ പോലും ആഹാരം തന്നിട്ടില്ല. നീ എന്തിനാ ചേട്ടാ ചേട്ടാന്ന് വിളിച്ച് സ്നേഹത്തോടെ കൂവുന്നേ? അമ്മായിയുടെ വീട്ടിലേക്ക് എന്തൊക്കെ കൊടുക്കണോ അതെല്ലാം എന്റെ ഏട്ടൻ കൃത്യമായി തന്നിട്ടുണ്ടല്ലോ. എന്തൊക്കെ തന്നാലും അവൻ ഞങ്ങളെ ശത്രുവാ. അവൻ എത്ര വലുത് തന്നാലും ഞങ്ങളത് ചെറുതായേ കാണൂ. അങ്ങനെ ഇരിക്കുമ്പോ ആ ഗൗതമന്റെ മകന്റെ മേലെ ചെരുപ്പെടുത്ത് എറിഞ്ഞിരിക്കുന്നു. എന്റെ മകന്റെ മേലെ ഒരുപാട് പ്രാവശ്യം കൈവച്ചിട്ടുണ്ട്. അവനെ എനിക്കെങ്ങനെ വിടാൻ കഴിയും? അവനെ പിടിക്കണമെന്ന് കരുതിയപ്പോ അവൻ മാത്രം ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അമ്മേ. എന്തു പറ്റി വരത്തരാജൻ? ഗീതയോട് സംസാരിച്ചിട്ട് എന്ത് കാര്യം അമ്മേ? അവൻ നാട്ടുപ്രമാണിയായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണട്ടെ. അവനങ്ങനെ പറഞ്ഞെന്ന് വെച്ച് അത് നടക്കണമെന്നുണ്ടോ വരദരാജ? അവന്റെ ഹോട്ടലിലേക്ക് എത്ര പേര് പോകുന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് ധാരാളം പേര് പോകുന്നുണ്ട്. എന്നാൽ ശിവാനി കാരണം അവന് കുറച്ച് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. നീ എന്താ ഈ പറയുന്നത് വരദരാജ? ശിവാനി പോലീസ് ആയതുകൊണ്ട്
നിന്നെ വിശ്വസിക്കുന്നവർ എതിർക്കുമോ? അതിനുള്ളിൽ ഗൗതം നാട്ടുകൂട്ടത്തിൽ മത്സരിച്ച് അവൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്താകും? അതാണ് എനിക്കും മനസ്സിലാകാത്തത് അമ്മേ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നാട്ടുകൂട്ടത്തിലേക്ക് വരുന്നവരൊക്കെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്, കേസ് കൊടുക്കാൻ വേണ്ടി. നിങ്ങളുടെ അടുത്ത് വന്ന് അവര് വീണ്ടും കഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാ. അതുകൊണ്ടാ എന്റെ മോളോട് പറയുന്നെന്നാ തോന്നുന്നേ. അമ്മയില്ലാത്ത കുഞ്ഞിനെ നീ വളർത്തിയതുകൊണ്ട് എന്തൊക്കെയോ ആവുമെന്ന് വിചാരിച്ചു. എന്റെ മകനെ എതിർക്കാൻ വേണ്ടി നീ അവളെ വളർത്തി വലുതാക്കിയിരിക്കുന്നു. ഇവിടത്തെ ജനങ്ങൾക്കൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി എന്റെ ചേട്ടൻ മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കേട്ട് എല്ലാവരും സന്തോഷിക്കുന്നുണ്ടാവും. 2-3 ദിവസത്തിനുള്ളിൽ പ്രചരണം ആരംഭിക്കും. ഒന്ന് പറയാം മുത്തശ്ശി, മുത്തശ്ശിയുടെ ആരോഗ്യം നല്ലവണ്ണം നോക്കണമെന്ന് ഞാൻ പറയുന്നേ മുത്തശ്ശി. ജനങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ ഗൗതം പ്രമാണിയായാൽ ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ പൊട്ടാസ് പൊട്ടിച്ച് ആഘോഷിക്കുമല്ലോ അമ്മേ. വരാൻ പോകുന്നത് ദസറ ഉത്സവമാ അമ്മാവ. താരകാസുരനെ അവര് കത്തിച്ചു കളയും. തിന്മയെല്ലാം നശിച്ചു പോകും. ഏയ്, ആദ്യം ഇവിടുന്ന് മാറി നിൽക്ക്. ഓടി. അമ്മായി, നമ്മള് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നമ്മളോട് വെറുപ്പുണ്ടായിരിക്കും. ഇതെല്ലാം തുടച്ചു മാറ്റുന്നത് വലിയ കഷ്ടാ. വാ അമ്മായി. കണ്ടില്ലേ വരദരാജ, അവളെന്തൊക്കെയാ സംസാരിച്ചിട്ട് പോയതെന്ന്. ചെറിയ പ്രായമല്ലേ അമ്മേ, ഇവളുടെ അഹങ്കാരം ദേവരാജ് തന്നെ തീർക്കണം. അപ്പോ നീ ആ ഗൗതമിനെ എങ്ങനെ ഒഴിച്ചു കിട്ടാനാ പോകുന്നേ? ഈ പ്രാവശ്യം മൃഗങ്ങളെപ്പോലുള്ള റൗഡികളെയാ ഞാൻ അയക്കാൻ പോകുന്നത്. ഇതവനെ കൊല്ലുന്നതിനു വേണ്ടി അല്ലമ്മേ, അവന്റെ ഭാവി ജീവിതം അന്ധകാരത്തിലാക്കുന്നതിനു വേണ്ടിയാ. ആ റൗഡികളെ വിശ്വസിക്കുന്നതിന് പകരം ഈ പ്രാവശ്യം ഞാൻ തന്നെ മുന്നിട്ടിറങ്ങാം. അമ്മ പോയി എന്തു ചെയ്യാനാ? ഡാ, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്തവളാ. നിന്റെ അച്ഛന്റെ തലമുടി വലിച്ചിഴച്ച് 4 ആളറിയാതെ ഞാൻ അടിച്ചു. എന്റെ പൊട്ടുമായുമെന്ന് കണ്ടപ്പോഴും ഞാൻ വിട്ടുകൊടുത്തില്ല. അങ്ങനെ ഞാൻ പുറത്തറിയാതെ ചെയ്യും. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ തന്നെ കണ്ടുകൊണ്ടിരിക്കേ. അതെന്നെ ഏൽപ്പിച്ചേക്ക്. എന്താ മോളെ, നിന്റെ സഹായത്തിന് ആരുമില്ലേ? ഇല്ല ചേട്ടാ, ചേച്ചി സാധനങ്ങൾ വാങ്ങാൻ പോയിരിക്കുക. അനിയത്തി സ്കൂളിലും പോയി. ഗൗതമേട്ടൻ ഏട്ടത്തിയെ കൊണ്ടുവിടാൻ പോയിരിക്കുക. കൊള്ളാലോ. ഒരാള് തന്നെ ഈ ജോലി മുഴുവൻ ചെയ്യണമെങ്കിലേ വളരെ കഷ്ടമായിരിക്കുമല്ലോ ഗൗരി. സാരമില്ല മുത്തശ്ശി, എനിക്കതിനിവിടെ ലോറി ഓടിക്കാനൊന്നും ഇല്ലല്ലോ. അമ്മയുടെ പേര് തുടങ്ങിയ ഈ ഹോട്ടൽ നടത്തുന്നല്ലേ ഉള്ളൂ. നിന്റെ അമ്മ അങ്ങനെ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. നീയും വളർന്നു വലുതായ ഉടനെ നല്ല പാചകക്കാരിയായി മാറിയിട്ടുണ്ടല്ലോ. എന്തോ എനിക്കറിയുന്ന പോലൊക്കെ ഞാൻ പാചകം ചെയ്യുന്നതേ ഉള്ളൂ മുത്തശ്ശി. ശരിയാ ശരിയാ, 10 രൂപ സമ്പാദിക്കണ്ടേ? നീയാണെങ്കിൽ വലിയ പഠിത്തമൊന്നും ഇല്ലാത്തവളാ. 2 കൈ കൊണ്ട് പൂരി, ഇഡലി, ഉപ്പുമാവ്, വട ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കണ്ടേ? 4 കാശൊക്കെ സമ്പാദിച്ച് കല്യാണത്തിന് വേണ്ട ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ? ഇപ്പൊ കല്യാണം കഴിക്കേണ്ട അത്യാവശ്യമൊന്നുമില്ല മുത്തശ്ശി. പിന്നെ മുത്തശ്ശി ഉടനെ പോവാനൊന്നും പോകുന്നില്ലല്ലോ. എന്റെ കല്യാണം നടക്കുന്നവരെ ഉണ്ടാവുമല്ലോ. ആളെ കാണുന്നത് പോലെ തന്നെ സംസാരത്തിന് ഒരു കുറവുമില്ല. അതുപോട്ടെ, എനിക്കൊരു ദോശ ചുട്ടുതാ. മുത്തശ്ശിക്കോ? എനിക്കല്ലാതെ ഞാൻ വേറെ ആർക്കാ പറയുക? ഞാൻ കാശൊക്കെ തരാം. കാശ് തരുന്നതൊക്കെ അവിടെ നിക്കട്ടെ. ഞങ്ങൾ എന്ത് തന്നാലും വിഷം കലക്കി തന്നതുപോലല്ലേ മുഖവും വീർപ്പിച്ച് നിക്കാറ്. അതുകൊണ്ടാ ചോദിച്ചേ. അങ്ങനെ ഞാൻ എന്തിനാ ചിന്തിക്കുന്നേ? നിന്റെ പേരിനൊത്തവണ്ണം നീ നന്നായി പാചകം ചെയ്യുന്നുണ്ടെന്ന് ഇവിടുത്തെ ആൾക്കാരെ മുഴുവൻ പറയുന്നുണ്ട്. ദേവീക്ഷേത്രത്തിലേക്ക് പോകുന്നതിനിടയ്ക്ക് നിന്റെ കൈകൊണ്ട് 2 ദോശ തിന്നാന്ന് കരുതി ഇങ്ങോട്ട് കയറിയതാ. ശരി, ചുട്ടു തരായിരിക്കെ.
പലഹാരങ്ങളൊക്കെ നീയാണോ ഉണ്ടാക്കുന്നേ? അതെ, ഞാൻ തന്നെ ഉണ്ടാക്കുന്നേ. പിന്നെ ഈ ചട്നിയൊക്കെയോ? അത് ഞാൻ തന്നെ ഉണ്ടാക്കിയത്. ആ, നിന്റെ അമ്മയെ പോലെ തന്നെ പലതരത്തിലുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ദോശയും ചട്ടണിയും ഒന്നും ആവശ്യമില്ല. നീ കണ്ടോ ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന്? മോളെ, ഒരു പ്ലേറ്റ് ഇഡ്ഡലി എടുത്തോ. മോളെ, ആ ദോശ കരിഞ്ഞു പോകും, പോയി നോക്ക്. സാമ്പാർ ഒഴിക്കട്ടെ? ഒഴിക്കേ, സാമ്പാർ ഒഴിച്ചോ. ഇതിനും കൂടി പണം വേണമെങ്കിലേ 10 രൂപ അധികം തരാം. ഒഴിച്ചോ. അതിന്റെ ഒന്നും ആവശ്യമില്ല, കഴിക്കേ. അയ്യോ, എന്ത് പറ്റി ചേട്ടാ? എന്താന്നറിയില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. വയറിനകത്തൊക്കെ വല്ലാത്ത വേദന. അയ്യോ അയ്യോ, ഇതെന്താ? നിന്റെ ആഹാരം കഴിച്ച് വിശപ്പല്ല മാറുന്നത്. ഒരേ അടിക്ക് നേരെ മേലോട്ട് പോകുന്ന തോന്നുന്നേ. എന്താ കാര്യം? എന്താന്നറിയില്ല, ആഹാരം കഴിച്ച ശേഷം അയാൾ ഛർദ്ദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ എനിക്കും ദോശ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഹോട്ടലിലെ ഫുഡ് ക്വാളിറ്റിയുള്ളതാണെന്ന് ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ. എന്തു പറ്റി? ഈ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചിട്ട് അയാൾ ഛർദ്ദിക്കുക. ചേട്ടാ വാ, ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോ. വാ നന്ദു, നീ വന്നേ. ചേട്ടനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. എന്താ മോളെ സംഭവിച്ചത്? അറിയില്ല ഏട്ടാ, ചേട്ടാ ഇഡ്ഡലി ചോദിച്ചു. ഇവിടെ ചട്നി ഇല്ലാത്തോണ്ട് അവിടെ ഇരുന്ന് ചട്നി എടുത്ത് ഞാൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ ചട്നിയിൽ പ്രശ്നമുണ്ടെന്നാണോ പറയുന്നത്? എന്നുവെച്ചാ പണത്തിന് വേണ്ടി മനുഷ്യരുടെ ജീവൻ വെച്ചാണോ നിങ്ങൾ കളിക്കുന്നത്? ഫുഡില് മായം ചേർത്തതുകൊണ്ട് എനിക്ക് നിങ്ങൾ അറസ്റ്റ് ചെയ്യണം ഗൗതം.
ആഹാരത്തിന് മായം കലർത്തേണ്ട ആവശ്യം എന്തോ? ഈ ഹോട്ടലിൽ ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഏത് സാധനവും വൃത്തിയായിട്ട് തന്നെ ഇവിടെ ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ആ ഫുഡ് ചെക്ക് ചെയ്യ്. ഓക്കെ സാർ. സാർ, ആ ചട്നിയിൽ എന്തോ വിഷാംശം കലർത്തിയിട്ടുള്ളത് പോലെ ഉണ്ട് സാർ. മൈ ഗോഡ്, എന്റെ അമ്മോ ദൈവമേ, അപ്പോഴേ നീ സൂചിപ്പിച്ചതല്ലേ കുടിക്കാൻ വെള്ളം തന്നാൽ അവസാനിപ്പിക്കുന്നു. ഞാൻ 10 വർഷം കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോ നീ ഇപ്പൊ തന്നെ എന്നെ കൊല്ലാൻ നോക്കുകയാണല്ലേ? അല്ല ഏട്ടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്യാതെ പിന്നെ എങ്ങനെയാ? എന്റെ മുത്തശ്ശി ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവന് തന്നെ ആപത്തായ. ഇവിടെ ഉള്ളവരാരും ആർക്കും ദ്രോഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല. എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. എന്ത് സംഭവിച്ചോന്നാ? കൺമുമ്പിൽ തന്നെ നീ കാണുന്നില്ലേ? നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് മനുഷ്യരുടെ ജീവൻ എടുക്കാൻ നോക്കുകയാണല്ലേ? മോനദേവ, ഗൗതമിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോടാ. എന്തിനു കൊണ്ടുപോകണം? ഗൗതം ചേട്ടൻ എന്താ ചെയ്തേ? ഗൗതമിന്റെ പേരിലല്ലേ ഈ ഹോട്ടൽ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് അറസ്റ്റ് ചെയ്താൽ പറ്റൂ. ഈ ഹോട്ടൽ സീസ് ചെയ്യണം. അതെ മാഡം, ഈ ഹോട്ടൽ ആരുടെ പേരിലാണോ അവരെ ഞങ്ങൾക്ക് കസ്റ്റഡിയിലെടുക്കണം. സ്റ്റേഷനിലേക്ക് പോവാ. ഞാനിപ്പോ എന്ത് തെറ്റ് ചെയ്തിട്ടാ സ്റ്റേഷനിലോട്ട് വരേണ്ടത്? ഈ ഭക്ഷണം ഫുഡ് പോയ്സൺ ആയതുകൊണ്ട് എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. ശിവാനി, ഇവരെല്ലാവരും കരുതിക്കൂട്ടി ഇവിടെ എന്തോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പൂജ നടന്നപ്പോ അതിലെ പ്രസാദം പോലും വാങ്ങില്ലെന്ന് പറഞ്ഞ ഈ മുത്തശ്ശി ഇവിടെ വന്ന് 10 രൂപ കൊടുത്ത് ആഹാരം കഴിക്കുന്നു എന്ന് പറഞ്ഞ അത് സംശയിക്കേണ്ട കാര്യമാണ്. അതെ ഏട്ടാ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ട നാട്ടുകാർക്ക് ആഹാരം വെച്ചുണ്ടാക്കുന്ന സ്ഥലത്ത് ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്ന് വിചാരിച്ച് ഞങ്ങളിവിടെ CCTV ക്യാമറ വെച്ചിരിക്കുന്നത്. CC ക്യാമറയോ? അതെ. ഒരു തവണ ദോ അങ്ങോട്ടൊന്ന് നോക്കിയേ. എന്താ മോനെ ആ പെട്ടി? നീ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് പെട്ടിയല്ല മുത്തശ്ശി, CC ക്യാമറയാ. ആരുടെ കയ്യിൽ തെറ്റ് ആരുടെ കയ്യിൽ തെറ്റില്ലെന്ന് ആ CCTV പറയും. അതെങ്ങനെയാടാ പറയുന്നത്? എങ്ങനെയെന്നോ